പിന്നെ നെല്ലിക്കന്റെ കാന്താരി ഉണ്ട്. കാന്താരി കാന്താരി സിറപ്പ് ഇത് എല്ലായിടത്തും കിട്ടും. പക്ഷെ നമ്മളെ പ്രത്യേകം എന്താ വെച്ചാൽ വെള്ളം ചേർക്കണ്ടല്ലേ, ഡയറക്റ്റ് കഴിക്കുക. 100%. ഇന്ന് രാത്രി നമ്മളൊരു അമണസ് ഒരു 30 മില്ലി കഴിച്ചാല് നാളെ രാവിലേക്ക് നമുക്ക് റിസൾട്ട് അറിയാം. വാങ്ങിച്ചു കൊണ്ടുപോയപ്പോ ഇന്നൊരു ടീം വന്നിട്ട് ഒരു 4 ബോട്ടിൽ കൊണ്ടുപോയി. നല്ല റിസൾട്ട്. അപ്പൊ ഒരാഴ്ച മുമ്പ് ഒരു ബോട്ടിൽ കൊണ്ടുപോയി കഴിച്ചപ്പോൾ അവർക്ക് റിസൾട്ട് ഉണ്ട്. അപ്പൊ ഇന്ന് രാവിലെ ഒരു 4 ബോട്ടിൽ കൊണ്ടുപോയി അവർ. നല്ല റിസൾട്ടാണ്. അസ്സലാമു അലൈക്കും. നെല്ലിക്കന്റെ ഐറ്റംസ് ആണ്. യെസ്, നിങ്ങൾക്ക് നല്ല തേൻ നെല്ലിക്കാണ്. രാത്രി നോമ്പറന്ന് കഴിച്ചാല് ഓരോന്ന് കഴിച്ചാ മാഷാ അല്ലാഹ് നല്ല ഗുണം കിട്ടും. ക്ഷീണം മാറാന്, നമുക്ക് രക്തം ശുദ്ധീകരിക്കാന്, കൗണ്ട് കൂടാന്, നാടികൾക്ക് ഒരു ഉണർവ് ഉന്മേഷം ഉണ്ടാവും. കുഞ്ഞുങ്ങൾക്കും കഴിക്കത്. പക്ഷേ ഈ അമല സിറപ്പ് കഴിക്കുമ്പോൾ നമ്മളൊരു ബോട്ടിൽ ഒരാൾ തന്നെ കഴിക്കണം. ഇത് നമുക്ക് ദഹനം, ക്ഷീണം, കൈകാലുകൾ തരിപ്പ്, രക്തക്കുറവ് അതിനൊക്കെ നല്ലതാണ്. ഇത് ഷുഗറിനുള്ളതാണ്. ഇത് നെല്ലിക്കൻ്റെ കാന്താരി സാധനം. ഇത് വെള്ളം ആഡ് ചെയ്യണ്ട. തേൻ നെല്ലിക്കതാ ഈ സാധനം. ഒരു വർഷത്തിനടുത്ത് നമ്മൾ തേനിലിട്ട് വെക്കും. അതല്ലെങ്കിൽ പിന്നെ പുഴുങ്ങണം. പക്ഷെ പുഴുങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് മാറും, ആ ഗുണങ്ങൾ പോകും. ഇത് നമ്മൾ പച്ചക്കറി ചെയ്യുന്നതാണ്. ഉണ്ടോ കാണാൻ? ഇതിനകത്ത് നമ്മൾ തേനുണ്ട്, അത് ഹണി ഉണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് ഷുഗർ ആഡ് ചെയ്യണം. അങ്ങനെ 5-6 സാധനങ്ങൾ ചേർത്തിട്ട് നമ്മൾ ഇതൊരു 1 കിലോനാണ് വരുന്നത്. ഇതൊരു 350 റുപ്യ വരുള്ളൂ 1 കിലോന്. ഒറിജിനൽ തേൻ തന്നെയാണ്. അതിന്റെ കൂടെ നമുക്ക് അല്ല, നമ്മൾ നാട്ടിൽ ഇഷ്ടംപോലെ പെട്ടിത്തേൻ ഉണ്ടല്ലോ, കാട്ടുതേനൊന്നും അല്ലല്ലോ, ഇഷ്ടംപോലെ ഉണ്ടാക്കുമല്ലോ. അതാണ് മറ്റേ തേന് മുതലാകത്തിലേക്കാ. അങ്ങനെ ഇത് തേൻ മാങ്ങ, പഴുത്ത മാങ്ങ നമ്മൾ ഉണക്കിയിട്ട് തേനിലിടും. ഡ്രൈ ഫ്രൂട്ട്സ് ആ കുഞ്ഞിന് കഷ്ടം കൊടുക്കട്ടെ. ഇപ്പൊ ഷുഗറുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതിനെ നെല്ലിക്ക മാത്രം കഴിക്കണം. ഷുഗർ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ രണ്ടും കഴിക്കാം. നമുക്ക് നല്ലൊരു സംഭവമാണ്.